നമ്മൾ ഈ നിൽക്കുന്നത് ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എളുപ്പത്തിൽ പോകുന്നുള്ള ഒരു വഴിയാണ്. ഈ വഴിയുടെ സൈഡിലാണ് ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം നടന്നു വരുന്നതെന്നാണ് പറയുന്നത്. ഈ ഷീറ്റ് കൊണ്ട് മൂടിയ ഈ ഭാഗത്തിനപ്പുറം ആഴത്തിലുള്ളൊരു കുഴിയാണ്. ഏകദേശം നല്ല ആഴം തന്നെ ഉണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടുത്ത കുഴിയാണ്. ആ പ്രോജക്റ്റ് അവസാനിപ്പിച്ച് പോയെന്നും അതിനുശേഷം ഇത് ഒരു കാട് കയറി കിടക്കുന്ന അവസ്ഥയുമായിരുന്നു. മഴക്കാലത്ത് ഇതിൽ വെള്ളം നിറയുമ്പോൾ ഈ മാലിന്യം ഉൾപ്പെടെ ഇതിനകത്ത് നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യം ഉൾപ്പെടെ റോഡിലേക്ക് പരന്നൊഴുകുന്നൊരവസ്ഥയുണ്ട്. ഇത് നേരത്തെ തന്നെ നഗരസഭയ്ക്ക് ഈ നാട്ടുകാർ പരാതി നൽകിയിരുന്നതാണ്. കഴിഞ്ഞ മഴയത്തും അത്തരത്തിൽ ഒരു സംഭവം, അതായത് മാലിന്യം റോഡിലേക്ക് ഒഴുകുന്നൊരവസ്ഥയുണ്ടായി. എന്നിട്ടും അതിനുശേഷവും ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഈ മാലിന്യ നിക്ഷേപം തടയുന്നതിനോ അല്ലെങ്കിൽ ഈ സ്വകാര്യ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു കുഴി നികത്തുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമങ്ങളും നഗരസഭ എടുത്തില്ല എന്നുള്ളതാണ് ഇവിടുത്തുകാരുടെ പരാതി. ഇതിനെക്കുറിച്ച് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന, ഈ വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർ തന്നെ നമ്മളോട് പറയും. ശുചിത്വ സുന്ദര നഗരമാണ് ആറ്റിങ്ങൽ എന്നാണ് വൈപ്പ്. ഞാനിത് പറയുമ്പോൾ വളരെ വിഷമമുണ്ട്. ഇന്ന് വൈകുന്നേരം ഒരു ഭയങ്കര ചടങ്ങ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ ഗ്രൗണ്ടിൽ നടക്കുകയാണ്. ഏതാണ്ട് 1 ലക്ഷത്തിന് പുറത്ത് 2 ലക്ഷത്തോളം രൂപ അടുപ്പിച്ചാണ് ഇതിൻ്റെ ആഘോഷ പരിപാടി നടക്കുന്നത്. വലിയ വിശാലമായ ഒരു പന്തലൊക്കെ ഇട്ട് ഡയസൊക്കെ ഇട്ട് വളരെ ഗംഭീരമായിട്ട് നടത്തുകയാണ്. ഒരു പ്രമുഖ സീരിയൽ നാടൻ, നമുക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാൾ ബ്രാൻഡ് അംബാസഡറായിട്ടാണ് ആറ്റിങ്ങൽ നഗരസഭ ശുചിത്വ നഗരമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു വഴിയാത്രക്കാരൻ, ബസ്സിലെ യാത്രക്കാരൻ ഈ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ കാണാൻ കൊള്ളാം, നല്ല റോഡാണ്. കാരണം ഇപ്പോഴും ഈ റോഡ് NHൻ്റെ കയ്യിലായതുകൊണ്ട് കാണാൻ കൊള്ളാം. സൈഡിൽ പോസ്റ്റ് കൊണ്ടെല്ലാം ഓരോ പൂച്ചട്ടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആറ്റിങ്ങക്കാർക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. കാരണം ആറ്റിങ്ങക്കാരിത് എങ്ങനെയാണ് ഇതിന് ഈ അവാർഡ് കൊടുക്കുന്നത്, ശുചിത്വ നഗരമെന്ന് പ്രഖ്യാപിക്കുന്നത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണത്തിന് മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ കാണുന്ന, എൻ്റെ തൊട്ട് പുറകെ കാണുന്ന പ്രോപ്പർട്ടി 8 വർഷമായി. 8 വർഷം എന്ന് പറഞ്ഞാൽ 2017 ഈ പ്രോപ്പർട്ടിയിൽ ഒരു കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് മണ്ണെടുക്കുകയും അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കണ്ടേ? ഒരു നഗരസഭയ്ക്ക് നഗരസഭയുടേതായ അല്ലെങ്കിൽ അതിനേക്കാളും മേലുള്ള ഒരു ബോഡി ഉണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ചില പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമിനകത്ത് നിന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ നാളിതുവരെ ഈ പരിസരത്ത് താമസിക്കുന്ന ഈ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ബിസിനസ് ഏരിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ മറു സൈഡ് എന്ന് പറയുന്നത് ആൾക്കാർ തിങ്ങിപ്പറക്കുന്ന കെട്ടിടങ്ങളാണ്, ചെറിയ ഫ്ലാറ്റ് പോലെയാണ്. അസുഖം ബാധിച്ചവരും വിദ്യാർത്ഥികളും അടങ്ങുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്താണ്. 8 വർഷമായി ഓരോ പ്രാവശ്യവും മഴ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഈ 2 ആളടി താഴ്ച, ഏതാണ്ട് ഒരു ലെയറിൻ്റെ അടിയിൽ ഒരു പാർക്കിംഗ് ഏരിയ കൊടുക്കുന്നതാണെങ്കിൽ ഒരു ലെയർ അത്രത്തോളം പൊക്കമുള്ള അത് കുളം പോലെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇതൊന്നും എടുത്ത് മാറ്റാനൊന്നും പറ്റില്ല. വെള്ളം പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റുന്നതല്ല. വീണ്ടും അത് വേനലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വറ്റുകയേ ഉള്ളൂ. അത്രയും നാൾ ഇവിടെ ഉണ്ടാകുന്ന സകലമാന സാംക്രമിക രോഗങ്ങളുടെ ഉറവിടം എന്ന് പറയുന്നത് ഈ പ്രദേശമാണ്. ഇതിനെ സംബന്ധിച്ച് പരാതി പോകുമ്പോൾ അവിടെ നഗരസഭ പാലിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നഗരസഭ എടുക്കേണ്ട ചില നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥരും നഗരസഭയും തമ്മിലുള്ള എന്തെങ്കിലും വയലേഷൻ കാണും, എന്തെങ്കിലും കേസുകൾ കാണും, തർക്കങ്ങൾ കാണും. എന്ത് തർക്കങ്ങളുണ്ടെങ്കിലും ഒരു ആരോഗ്യ പരിപാലനമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പരിശോധിക്കുമ്പോൾ നഗരസഭയ്ക്ക് എടുക്കേണ്ട നടപടികളില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വേറെ ഒന്നും തോന്നരുത്. ഒരു കൊമ്പ് ഒരു തൊട്ടയൽവാസിയുടെ പെരയിടത്തിലേക്കൊന്ന് ഒരു മരത്തിൻ്റെ ശിഖരം നിൽക്കുകയാണെങ്കിൽ പരാതി കൊടുത്താൽ 40-45 ദിവസങ്ങൾക്കകം നടപടിയെടുക്കാൻ അല്ലെങ്കിൽ നഗരസഭയുടെ ചിലവിൽ വന്ന് അത് മുറിച്ചു മാറ്റിയിട്ട് ഫൈൻ ഈടാക്കുന്ന സമ്പ്രദായവും നിയമവും വ്യവസ്ഥയുമുള്ള നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ ഓരോ വർഷം തോറും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സാംക്രമിക രോഗങ്ങളുടെ ഉറവിടമായി ആറ്റിങ്ങൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് KSRTC സ്റ്റാൻഡിൻ്റെയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ഏരിയ, അതായത് ഒരു പൊതുചന്തയാണ്. സാധാരണക്കാരായ ആയിരക്കണക്കാണ് ആളുകൾ ദിവസവും വന്ന് അവരുടെ ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു പ്രദേശത്ത്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത്, ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ, ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ കൊള്ളരുതായ്മ നടക്കുന്നത്. നഗരസഭ എന്ത് നടപടി സ്വീകരിച്ചു?
നഗരസഭ എന്ത് നടപടി സ്വീകരിച്ചു? നഗരസഭ ഒന്നും സ്വീകരിക്കുന്നില്ല. നഗരസഭയ്ക്കൊരു പരാതിയുണ്ട്, കോടതിയിൽ കേസിരിക്കുകയാണ്. കോടതിയിൽ കേസിരിക്കുന്ന എത്രയോ കാര്യങ്ങൾ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നുണ്ട്. മാമൻ ചന്ത എത്രയോ കാലമുണ്ട് കേസെന്ന് പറയുകയാണ്. അവിടുത്തെ വാടക വാങ്ങിക്കാറുമുണ്ട്, ചന്ത ലേലം കൊടുക്കാറുമുണ്ട്, പുതിയ പരിപാടികൾ വരികയാണെങ്കിൽ അവർക്ക് സ്ഥലം അനുവദിച്ച് കൊടുക്കാറുണ്ട്, അതിൻ്റെ പണം വാങ്ങാറുണ്ട് ഇല്ലേ? ഇവിടെ മറ്റു പല കാര്യങ്ങളും പല പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങളും കാര്യങ്ങളുണ്ട്, അതിലെല്ലാം മുറ പോലെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ മാത്രം ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഈ പ്രദേശത്ത് തിങ്ങിപ്പാർക്കുന്ന കുറേ പാവങ്ങളോടുള്ള ക്രൂരതയാണ്. ഇതിന് തൊട്ടടുത്ത് വ്യാപാര സ്ഥാപനം നടത്തുകയാണല്ലോ. അപ്പം ഇത് ഈ ഒരു വേസ്റ്റ് മഴക്കാലത്ത് വളരെ ഭീകരമാവുന്നതാണ്. ഭീകരമായിട്ട് വരികയാണ്. നമുക്കത് ഇവിടെ നിൽക്കാൻ പോലും നിവർത്തിയില്ല, സ്മെല്ല് കാരണം നിവർത്തിയില്ല. അത് മാത്രമല്ല എന്തെല്ലാം വേസ്റ്റ് ആണെന്ന് പോലും അറിയാൻ മേതിരിക്കുകയാണ്. ഇതൊന്നും മുനിസിപ്പാലിറ്റി പോലും കാണാതെ ആകപ്പാടെ ബുദ്ധിമുട്ടി കിടക്കുകയാണ് നമ്മളെല്ലാം. മുനിസിപ്പാലിറ്റിയും പറഞ്ഞാൽ ഇത് നല്ല നഗരസഭകളിലെ അവാർഡ് മേടിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. എന്നിട്ടത് ഇത് കാണാതെ പോകുന്നതെന്ന് വെച്ചാൽ വളരെ മോശമാണ്. അത് ഇവിടെ ഒരു ക്യാമറയോ എന്തെങ്കിലും ക്യാമറ ഉണ്ടല്ലോ, എന്താ ഒന്നും ഇവിടെ കിടക്കുമ്പോഴത്തേക്കും രാത്രി കിടക്കുമ്പോൾ തന്നെ ഭയങ്കരമായ ഇതായിട്ട് സൗണ്ട് കേൾക്കിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും കൊണ്ടിരുന്നത് പോലും അറിയത്തില്ല. ആ രീതിയിലാണ് ഇവിടെ വീണുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്നാണ് വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം നോക്കിയാൽ ഇപ്പോഴും ഒരു സൗണ്ട് കേൾക്കാം. ഇവിടെ ഒരുപാട് എന്തൊക്കെയോ വാരിക്കൊണ്ടിരുന്നത്, ചാക്കും പടിയാണ് വാരിക്കൊണ്ടിരുന്നത്. പക്ഷേ ഭീകരത മനസ്സിലാവണമെങ്കിൽ വെള്ളം വേണം. വെള്ളം വരുമ്പോഴത്തേന് ആരും എതിർക്കുന്നില്ല. കാരണം ഇത് അത്രയും നിറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇത് കണ്ടു നോക്കണം. എങ്കിലും അന്ന് ഒത്തിരി നല്ല മഴ വരുമ്പോൾ ഇങ്ങനെ വരും, വെള്ളം പൊങ്ങി നിന്നിട്ട് ഇങ്ങനെ കിടക്കും. വെളിയിലും പോകത്തില്ല, അവസാനം റോഡിലോട്ട് വീഴും. ആ രീതിയിലാണ് കിടക്കുന്നത്. ഇതൊന്നും കാണാതെ പോകാന്ന് വെച്ചാൽ വളരെ മോശമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഇതിനടുത്തിരുന്ന് കച്ചവടം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വളരെ സ്മെല്ല് കാണുന്ന നിവർത്തിയില്ല. എന്നുവെച്ചാൽ ഇതിനകത്തോട്ട് അങ്ങ് കയറും സ്മെല്ല് കയറുന്ന വെച്ചാൽ വല്ലാത്ത സ്മെല്ലാണ്. അത് കണ്ട് പിന്നെ വഴി കടന്നു പോകണമാണ്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് വെച്ചാൽ ഇത് ആ അധികാരികളാരും കാണില്ല എന്ന് വെച്ചാൽ വളരെ മോശമാണ്. സീറോ വേസ്റ്റ് നഗരസഭയാണ്. അതാണ് സീറോ വേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതൊന്നും അവരെ അറിയിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. നമ്മൾ പലതവണ പറഞ്ഞതാണ്. അതുകൊണ്ടത് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാക്കണം എന്നാണ് നമ്മൾ പറയാനുള്ളത്. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി ഒരു നേട്ടം കൈവരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ആ നേട്ടത്തിന് പുറകിലുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഈ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി സീറോ വേസ്റ്റ് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഈ ആറ്റിങ്ങലിൻ്റെ നഗരഭാഗങ്ങളിൽ മാത്രം ശുചീകരിച്ചുകൊണ്ട് ഒരു പ്രകാശനം നടത്തിക്കൊണ്ട് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി സീറോ വേസ്റ്റ് മുക്തമാകും എന്ന് പറയുന്നത് ശരിയല്ല. ഇതിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകണം. ആറ്റിങ്ങൽ നഗരത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പല പ്രൈവറ്റ് പ്രോപ്പർട്ടികളും മാലിന്യങ്ങളുടെ ശേഖരമായിട്ട് കിടക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി നേരെ മൂക്കിന് താഴെയുള്ള എൻ്റെ ബാക്കിൽ കാണുന്ന ഈ പ്രോപ്പർട്ടി. ഒരു ദശാബ്ദക്കാലമായിട്ട് ഈ പ്രോപ്പർട്ടി ഇത്തരത്തിൽ കിടക്കുകയാണ്. മഴക്കാലത്ത് ഇതിനകത്ത് വെള്ളം നിറഞ്ഞ് ചത്ത പട്ടിയും പൂച്ചയും മത്സ്യത്തിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ പുറത്തുനിന്ന് ആൾക്കാർ കൊണ്ട് രാത്രികാലങ്ങളിൽ നിക്ഷേപിക്കുന്ന വേസ്റ്റും ഒക്കെ ആയിട്ട് ഇതിനകത്ത് മൃതശരീരങ്ങൾ വരെ ഉണ്ടോ എന്ന് സംശയിക്കപ്പെടേണ്ട രീതിയിലാണ് ഈ സ്ഥലം ഇങ്ങനെ കിടക്കുന്നത്. ഇത് ആരുടെ പ്രോപ്പർട്ടി ആയാലും ശരി തന്നെ ആദ്യം നഗരസഭ മാലിന്യമുക്തമാക്കേണ്ടത് ഇതിനകത്ത് ഇറങ്ങി ഇത് ക്ലീൻ ചെയ്യേണ്ടതായിരുന്നു. ഇത് ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ ഇന്നിവിടെ ഈ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനത്തിനൊരു അർത്ഥം ഉണ്ടായേനെ. അല്ലാത്ത പക്ഷം ഈ കാണുന്നത് വേസ്റ്റ്. ഇതുപോലെ തന്നെ ഈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും മാലിന്യം നിറഞ്ഞ് കൂമ്പാരമായി മൂക്ക് പൊത്താതെ നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അവിടെയാണ് നമ്മളിന്ന് സീറോ വേസ്റ്റ് മുനിസിപ്പാലിറ്റിയായിട്ട് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നത്. വലിയ ഘോഷയാത്ര നടക്കുകയാണ്, വലിയ ഘോഷയാത്രയാണ്, വലിയ പ്രചരണമാണ്, വലിയ വിളംബരങ്ങൾ നടത്തുകയാണ്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താ? നഗരത്തിൽ ചെടിച്ചട്ടി വെച്ച് ചെടിയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മാലിന്യമുക്തമാകും. ആ പൈസയ്ക്ക് വേറെ എന്തെല്ലാം പരിപാടി ഇവിടെ ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ പോസ്റ്ററിൽ ചെടിച്ചട്ടിയും വെച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജൻ്റെ പ്രസരിപ്പ് കൊണ്ട് നാറ്റം പോകുമെന്നാണോ ധാരണ? തെറ്റാണ് ധാരണ. കാരണം ഇവിടുത്തെ വേസ്റ്റ് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള യാതൊരു സംവിധാനവും ഇല്ല. അതല്ലെങ്കിൽ ഈ ആൾക്കാരെ ബോധവൽക്കരിക്കാനുള്ള ഒരു പരിപാടിയും ചെയ്യുന്നില്ല. നഗരങ്ങൾ മൊത്തം വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അവിടെയാണ് ഈ ഒരു വിളംബരവും ഈ ഒരു പ്രഹസനവും നടക്കാൻ പോകുന്നത്. ഇതിൽ യാതൊരു കാര്യവുമില്ല. ഇത് വളരെ ഒരു ആൾക്കാരെ പറ്റിക്കൽ മാത്രമാണ്. ഈ മാലിന്യം ഇവിടെ നിറഞ്ഞു കിടക്കാൻ തുടങ്ങി ഈ ആറ്റിങ്ങൽ നഗര ഹൃദയത്തിൽ ഇത്തരത്തിലൊരു സ്ഥലത്ത് മഴയത്തും വെയിലത്തും അതുപോലെ തന്നെ ആറ്റിങ്ങലിൻ്റെ മാലിന്യം മാത്രമല്ല പുറം സ്ഥലങ്ങളിൽ നിന്ന് രാത്രി കാലങ്ങളിൽ ഇവിടെ നിക്ഷേപിക്കുകയാണ്.
ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു കുഞ്ഞിനെ ഇന്ന് വരെ പിടിക്കാനായിട്ട് മുനിസിപ്പാലിറ്റി കഴിഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഈ സാധനം ഇവിടെ വച്ചിരിക്കുന്നത്? ഇത് ക്യാമറ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ, ഇത് ആൾക്കാരെ പിടിക്കാനുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗമുള്ളതാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരാളെങ്കിലും പിടിച്ചു കാണിക്കണമായിരുന്നു. നടന്നിട്ടില്ല. ഇത് വെറും ഒരു പ്രഹസനമാണ്. ഇവിടെ സീറോ വേസ്റ്റ് മുനിസിപ്പാലിറ്റി ഒന്നും ആയിട്ടില്ല. ഇനി ആകണമെങ്കിൽ ഇനി ഒരു ജന്മം കൂടെ ജനിക്കേണ്ടി വരും ഞാൻ പറയുക. ഇത് ഇപ്പോഴൊന്നും ആകത്തില്ല. ഇതിന് നല്ല കർശനമായ നടപടികൾ എടുക്കണം, ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ഇത് ഇന്നും നാളെയും ഒക്കെ ഇത് ഇത്തരം തന്നെ പോകത്തുള്ളൂ. വർഷങ്ങളായിട്ട് ഇവിടെ ഈ കച്ചവടമായിട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു മാലിന്യം അവിടെ വന്നതിന് ശേഷം വളരെ ബുദ്ധിമുട്ടാണല്ലേ? മാലിന്യം അവിടെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ ആ വലിയ കുഴി കൊണ്ടങ്ങ് നിറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം കംപ്ലീറ്റ് ജനങ്ങൾ നടന്നു പോകുന്ന വഴി കൂടെ തന്നെ ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കും. അതുവഴി പിന്നെ കൊതുക്, അങ്ങനെ വേണ്ട ആവശ്യമില്ലാത്ത സംവിധാനങ്ങളെല്ലാം അതിൽ നിന്നുള്ള ദുർഗന്ധങ്ങളും അതും ഇതുമൊക്കെ ചപ്പും ചവറും എല്ലാം റോട്ടിൽ കൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പിന്നെ അത് ചവിട്ടിയാണ് ഈ വരുന്ന ജനങ്ങൾ മൊത്തം ഇതുവഴി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു 4-4.5 വർഷം കൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ് കിട്ടാണ്. പിന്നെ അത് പോരാഞ്ഞിട്ട് പണ്ട് ഈ കുഴി എടുത്തതിന് ശേഷം അപ്പുറത്ത് ഒരു ചെരുപ്പട ഉണ്ടായിരുന്നു, മെജസ്റ്റിക് എന്നും പറഞ്ഞുകൊണ്ട്. ഏകദേശം ആ കട കൊണ്ടങ്ങ് ഇരുത്തിയ ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ആ കുഴി ജനങ്ങൾക്കൊരു വലിയൊരു ഭാരം തന്നെയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് നടന്നു പോകുന്ന വഴിക്ക് ആ മതിൽക്കെട്ടിൻ്റെ സൈഡിൽ നിന്ന് കാല് കഴുകി അതിനകത്ത് വീണ് കഴിഞ്ഞാൽ അതോടുകൂടി ആ മനുഷ്യൻ തീർന്നു. രാത്രിയാണെങ്കിൽ പിന്നെ ഒട്ടും പറയേണ്ട ആവശ്യമില്ല. പിന്നെ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള വഴിയോര കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരവിടെ മാലിന്യം ഒരിക്കലും ഇടത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ വർഷങ്ങളോളം കൊണ്ട് ഇവിടെ ഇരുന്ന് ജീവിക്കുന്ന വ്യക്തികളാണ്. അവർ കച്ചവടം കഴിഞ്ഞിട്ട് ഈ മാലിന്യങ്ങളെല്ലാം അവരൊരു ചാക്കിനകത്തോ കവറിനകത്തോ ആക്കി അവരവരുടെ വീട്ടുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് കത്തിച്ചുകളയുക, അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഔട്ട് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇവിടുന്ന് രാത്രി ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ റോഡ് ശോചനീയാവസ്ഥയാണ്, പിന്നെ ശൂന്യമാണ്, റോഡില്ല. അപ്പോഴത്തേക്ക് ഔട്ട് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ എന്തൊക്കെയാണ് അവിടെ കൊണ്ടിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. പിന്നെ ഇത് നോക്കി നിൽക്കാൻ നമുക്ക് പറ്റത്തതുമില്ല. നമുക്ക് അത്യാവശ്യം നമ്മുടെ സ്ഥാപനം അടയ്ക്കുന്നു, ഞങ്ങൾ വീട്ടിൽ പോകുന്നു. രാവിലെ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതുപോലെ എന്തെങ്കിലും വേസ്റ്റൊക്കെ അവിടെ കിടക്കുന്നത് കാണാം. ഈ വേസ്റ്റിനെ കുറിച്ച് കുറേ നാൾ കൊണ്ട് ഇതിനു വേണ്ടി പല ചാനലുകാരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം പങ്കെടുത്തതാണ് ഇതിനു വേണ്ടി ഒരു ധാരണയിലെത്താൻ വേണ്ടി. അതൊന്നും ഇതുവരെ നടന്നില്ല. മുമ്പ് ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞില്ലേ, മറ്റേ മെജസ്റ്റിക് ഫുട്വെയറിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഇവിടെ ഈ കുഴി എടുത്തപ്പോഴത്തേക്ക് ആ ബാക്ക് സൈഡ് കൊണ്ട് നല്ല രീതിക്ക് അന്ന് മഴ തോരാത്ത രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഴയായിരുന്നു. ആ മഴ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം കൊണ്ടിരുത്തും എന്നുള്ളൊരു ധാരണ വരെ ആയിപ്പോയി. അന്ന് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയായിട്ടൊക്കെ സംവാദങ്ങൾ നടത്തി. അതിന് ആ സമയത്ത് ഇവിടെ വേറൊരു ശ്രീകല എന്ന് പറഞ്ഞൊരു വാർഡ് കൗൺസിലർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇടപെട്ടു കുറച്ചൊക്കെ വേണ്ട രീതിക്ക് പറ്റി അവിടെ വന്നിട്ട് ഇത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ വേറെ അന്ന് ഒരു 2-3 ദിവസം രാഖി രാമാനം നിന്ന് ജോലിയൊക്കെ ചെയ്ത് അവിടെ കോൺക്രീറ്റ് കെട്ടി. അപ്പോഴത്തേക്ക് ആ ബിൽഡിംഗ് കൊണ്ട് ഇരുത്താത്ത രീതിയിലുള്ള സംവിധാനം അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂൾ കണക്കായി. ഏകദേശം നല്ല രീതിക്ക് വെള്ളം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരാൾ വീണ് കഴിഞ്ഞാൽ തന്നെയും സൗണ്ട് പോലും വിളി കേൾക്കത്തില്ല. അത്രത്തോളം കുഴിയാണത്. ആ കുഴി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2-3-4 തെങ്ങിൻ്റെ പൊക്കത്തിനുള്ളൊരു കുഴിയുണ്ട്. ഈ കുഴി ഇനി മണ്ണിട്ട് നികത്തിയൊക്കെ കയറി വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ലൊരു എമൗണ്ട് ചിലവാകുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ ഓണർ
വേണ്ടാന്ന് പറഞ്ഞിട്ടൊക്കെ ഇട്ടിരിക്കുന്നതായിരിക്കാം. പിന്നെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് വേണ്ടൊരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒന്നി ആരെങ്കിലും പോകുന്ന വഴിക്ക് കാല് തട്ടി അകത്ത് വീഴത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ വീണ് കഴിഞ്ഞാൽ ഒരു മരണവും കൂടെ സംഭവിക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, പുരാതനമായ പാരമ്പര്യമുള്ളൊരു സ്ഥലമാണ്. അവിടെയാണ് ഈ കൊള്ളരുതായ്മ കാണിക്കുന്നത്. എത്രയോ വിശ്വാസികൾ, എത്രയോ സാധാരണക്കാർ കടന്നു പോകുന്ന സ്ഥലമാണ്. നഗരസഭ എന്താണ് നടപടി സ്വീകരിക്കാത്തത്? ഇപ്പോൾ ഒരു കോടതിയിലൊരു പേപ്പർ എടുത്ത് കാണിക്കുവാൻ എല്ലാവർക്കും പറ്റും. ഒരു കോടതിയിൽ നിന്ന് ഒരു പേപ്പർ കിട്ടി ഇതാണ് എന്ന് പറഞ്ഞെടുത്ത് കാണിക്കാൻ എല്ലാവർക്കും പറ്റും. അതൊരു വലിയ കഴിവല്ല. അത് ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബോഡിയാണ്, ഒരു സിംഗിൾ പേഴ്സൺ അല്ല, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ബോഡിയാണ്. 10-31 പേര് അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. ആ 31 പേർക്ക് അവർ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു വിഷയമല്ലേ? ഒരു കോടതിയിലെ പേപ്പർ എടുത്ത് കാണിച്ച ആളുകളെ പറ്റിക്കല്ല വേണ്ട. അതിന് നല്ല ഒരു തീരുമാനമുണ്ടാകണം, നയപരമായ ഒരു തീരുമാനമുണ്ടാകണം. പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകാരെ വിളിച്ചു കൂട്ടണം, ഇവിടുത്തെ ചുറ്റുമുള്ള കൗൺസിലർമാരെ വിളിച്ചു കൂട്ടണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊരു സഡൻ ആക്ഷൻ ഉണ്ടാകണമെന്ന് പറയുന്നു. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, മറ്റു ദുരന്തം ഉണ്ടാകുമ്പോൾ ഈ കോടതിയിലെ പേപ്പർ ഒന്നും എടുത്തുകൊണ്ട് വരില്ലല്ലോ. നമ്മൾ സഡൻ ആക്ഷൻ എടുക്കുകയല്ലേ ചെയ്യേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്ക്. കാഴ്ചയില്ലാത്തവരുണ്ട്. ആ വീട്ടിൽ അവിടെ എൻ്റെ മുകളിൽ താമസിക്കുന്നൊരമ്മ കാഴ്ചയില്ലാത്തവരാണ്. അവിടെയുള്ള മറ്റൊരു വീട്ടമ്മ അവർ ഇൻസുലിൻ എടുത്ത് ജീവിക്കുന്നവരാണ്. അങ്ങനെ പല അസുഖങ്ങളുള്ളവരെ താമസിക്കുന്നിടത്താണ് ഇത്രയും മാരകമായത്. ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? ഇതിൻ്റെ വസ്തുവിൻ്റെ ഉടമസ്ഥൻ അങ്ങനെ കാണിക്കുന്നെങ്കിൽ അയാളെ നിയമത്തിൻ്റെ രീതിയിൽ കൊണ്ടുവന്ന് അവിടെ നടപടിയെടുക്കേണ്ട ആരാണ്? നഗരസഭ ചെയ്യണം. അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് പോകണമെന്ന് വെച്ചാൽ പോകണം. അതിന് മുകളിലോട്ട് പോകണമെന്ന് വെച്ചാൽ പോകണം. മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിലെങ്കിൽ വേറൊരു സ്ഥലത്താണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ നഗരസഭയുടെ ഇടപെടൽ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അനധികൃത നിർമ്മാണം എന്ന് പറഞ്ഞാൽ ചാടിയേറി അവർക്ക് തോന്നുന്നവരെയൊക്കെ പെട്ടെന്ന് നടപടിയെടുക്കുന്ന നടപടികളൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ. അതെന്താണ് ഇവിടെ കാണാത്തത്? അപ്പോൾ ഇവിടെ അപ്പോഴെന്താണ്, ചിലരെല്ലാം പേടിയാണെന്ന് മാത്രമല്ല, ചിലരെല്ലാം ചിലപ്പം മറ്റു ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഒരു നയമാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അനധികൃത നിർമ്മാണം ഒരുപാട് നടക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ഒരുപാട് നടക്കുന്നുണ്ട്. അനധികൃത നിർമ്മാണം നടക്കുന്നിടത്ത് പലരും റെഗുലറൈസ് ചെയ്ത് വാങ്ങുന്നുണ്ടല്ലോ. ഇപ്പോൾ ചിലരൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിലതെല്ലാം കണ്ടില്ലെന്നറിയും. പക്ഷേ ഒരു പ്രദേശത്തെ എല്ലാം അറിഞ്ഞുകൊണ്ട് സാധാരണക്കാരായ വീട്ടുകാരെ പാവങ്ങളാണ്, അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, അല്ലെങ്കിൽ അവർക്ക് നിയമപരമായിട്ട് പോകുവാനുള്ള കഴിവില്ല, കപ്പാസിറ്റി ഇല്ല, പാവങ്ങളാണെന്നുകൊണ്ട് അവരെ ക്രൂരമായിട്ട് അവരെ ഇങ്ങനെ തള്ളി വിടുന്നത് ഒരിക്കലും ഒരു നഗരസഭയ്ക്ക് പറ്റിയതല്ല. മറ്റൊരു സുപ്രധാനമായ കാര്യമെന്ന് പറഞ്ഞാൽ നഗരസഭ ചുറ്റുമുള്ള പ്രദേശത്തെല്ലാം കൊണ്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവാക്കിയിട്ടുള്ളത്. മാമമ്പാലം തൊട്ട് ആലങ്കോട് വരെ ഇട റോഡുകൾ, പ്രധാന ബിൽഡിങ്ങിൻ്റെ ഭാഗത്ത് എല്ലായിടത്തും പ്രധാന സ്ട്രീറ്റുകളിലെല്ലാം വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഉപയോഗമുണ്ടോ? ഇവിടെ ചവറിടുന്നവർക്ക് ഫൈൻ അടിക്കുന്നു എന്ന് പറഞ്ഞ് ചില മാതൃകകളൊക്കെ കാണിച്ചിട്ടുണ്ട്. പലരെ ഒഴിവാക്കി വിടുന്നുമുണ്ട്. ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. അപ്പം വേണ്ടപ്പെട്ടവർക്കെല്ലാം ചില വാണിഞ്ഞു കൊടുത്ത് വിടുകയും ചിലരെ ഇഷ്ടമല്ലാത്തവരെ നിർബന്ധമായിട്ട് വാങ്ങിക്കുകയും പൈസ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന നടപടി. ഇനി ക്യാമറ ഇവിടെ വച്ചിരിക്കുന്ന ചവറിടുന്നവരാണ്. ഈ ക്യാമറ വച്ചതിന് ശേഷം എത്ര പേര് ഇവിടെ ചവറിട്ടു? അതിന് പരിശോധന ഉണ്ടായിട്ടുണ്ടോ? നടപടി ഉണ്ടായിട്ടുണ്ടോ? അതിൽ നിന്ന് ഫൈൻ ഈടാക്കിയിട്ടുണ്ടോ? അപ്പോൾ ഈ ഫൈൻ അടി എന്നൊക്കെ പറയുന്നത് അവിടെയും ചില വിവേചനങ്ങളൊക്കെ ഉണ്ടെന്നേ. പാവങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് പ്ലാസ്റ്റിക് എടുക്കുന്നു. ആരെങ്കിലും പാവപ്പെട്ടവർ കാലത്തെ പലിശയ്ക്ക് എടുത്തുകൊണ്ട് 12,000 രൂപ മലക്കറിയും കാലത്ത് എടുത്തുകൊണ്ട് വെച്ച് അത് വൈകുന്നേരം ആകുമ്പോൾ മൊത്തം കച്ചവടം ചെയ്താൽ 2,500, 600, 700 രൂപ അവർക്ക് കിട്ടും. 1,500 രൂപ മെച്ചം കിട്ടുമായിരിക്കും. അതിന് വേണ്ടിയാണ് രാവിലെ അവനൊരു 50 പൈസയുടെ കിറ്റ്, 1 രൂപയുടെ കിറ്റ് എടുത്ത് വെച്ചാൽ അത് പ്ലാസ്റ്റിക് നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവനെതിരെ അന്തം വിട്ട് പിടിച്ച് അവൻ്റെ തട്ടും പെട്ടി എല്ലാം കൂടെ വലിച്ചെടുത്ത് കാണിക്കുന്ന വ്യഗ്രത പല വമ്പന്മാരുടെ കാണിക്കുന്നില്ല. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ വന്നു പോകുന്ന വഴിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മാലിന്യം ഇവിടെ ഉള്ളത് നഗരസഭയ്ക്ക് അറിവുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായും തന്നെ കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് നഗരസഭ അധികൃതർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇന്ന് ക്ലീൻ നഗരസഭ എന്ന് അവകാശപ്പെടുന്ന ആറ്റിങ്ങൽ നഗരസഭയിൽ നിന്നും ഒരു 50 മീറ്റർ പോലും ദൂരമില്ല ഇങ്ങോട്ട് വരാൻ. പക്ഷേ ഇവിടെ ഈ കോമ്പൗണ്ടിനകത്ത്, ഒരു സ്വകാര്യ വ്യക്തിയുടെ കോമ്പൗണ്ടിനകത്ത് എന്തൊക്കെ മാലിന്യങ്ങളുണ്ടോ, ഈ നാട്ടിലുള്ള എന്തെല്ലാം മാലിന്യങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഈ സ്ഥലം ആറ്റിങ്ങൽ നഗരസഭയുടെ മൂക്കിന് താഴെ കിടന്നിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ബഡ്ജറ്റ് അവതരണം ഉണ്ടായിരുന്നു. 3.5 കോടി രൂപയുടെ ബഡ്ജറ്റ്, ഏറ്റവും മികച്ച നഗരസഭ. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. സീറോ വേസ്റ്റ്, അതാണ് നഗരസഭയുടെ പുതിയ പ്രഖ്യാപനം. അത് ഇന്നേ ദിവസം തന്നെ ഈ വാർത്ത വരുന്നത് ഏറെ സന്തോഷമുണ്ട്. കാരണം ഇവരെ കപടമുഖം ജനങ്ങൾ തിരിച്ചറിയണം. ആറ്റിങ്ങൽ നഗരസഭയുടെ ഹൃദയഭാഗമെന്ന് പറയുന്നത് ആറ്റിങ്ങൽ നഗരത്തിൻ്റെ മുഖമെന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് വ്യാപാര കച്ചവടങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, തൊട്ടടുത്ത അമ്പലങ്ങളുണ്ട്, ഇതുവഴി പോകുന്ന വഴിയോര കച്ചവടക്കാരുണ്ട്.
ദിവസം കഴിക്കുന്ന ചീര ഉൾപ്പെടെയുള്ള പയറുൾപ്പെടെയുള്ള കച്ചവടങ്ങൾ ഈ പരിസരത്താണ് നടത്തുന്നത്. അപ്പോൾ ഇത് വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ആറ്റിങ്ങൽ നഗരസഭ കണ്ണു തുറക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തെരുവോരങ്ങളിലിരിക്കുന്ന കച്ചവടക്കാരെ കുത്തിന് പിടിക്കുന്ന ആറ്റിങ്ങൽ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അവർക്കൊന്ന് വണ്ടിയെടുത്ത് കറങ്ങിയാൽ അതും പറ്റില്ലെങ്കിൽ അവർക്ക് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. ആ ദൂരം ഉണ്ടായിട്ട് പോലും ഇതിനെതിരെ നടപടിയെടുക്കുന്നില്ല. ഈ നടപടിയെടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊന്നിട്ടാൽ പോലും അറിയാൻ പറ്റാത്ത ആഴത്തിൽ അത്രയും മലിനജലവും മാലിന്യങ്ങളും പാമ്പേഴ്സ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഈ കോമ്പൗണ്ടിനകത്തുള്ളത്. ഈ കോമ്പൗണ്ടിൻ്റെ സത്യാവസ്ഥ ആരും കാണാതിരിക്കാൻ അതും വ്യക്തമായി തന്നെ പറയാൻ പറ്റും, നഗരസഭയ്ക്ക് വ്യക്തമായ ലാഭമുണ്ടായിട്ട് തന്നെയാണ്. കാരണം ഇവിടെ തെരുവോരങ്ങളിലിരിക്കുന്ന വഴിയോര കച്ചവടക്കാരെ കുത്തിരി പിടിക്കുന്ന നഗരസഭ, പിഴ ഈടാക്കുന്ന നഗരസഭ, പ്ലാസ്റ്റിക്കിനെതിരെ സംസാരിക്കുന്ന നഗരസഭ, ഇങ്ങനെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ഇങ്ങനെ ഇത്രയും വർഷമായി ഇത്രയും മാലിന്യം നിക്ഷേപിച്ചിട്ടും ഇത് അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല. ആരോഗ്യ ഉദ്യോഗസ്ഥർ ഈ പ്രൈവറ്റ് സ്വകാര്യ വ്യക്തിക്കെതിരെ ഒരു നോട്ടീസോ ഒരു പിഴ ഈടാക്കാനോ തയ്യാറാകുന്നില്ല. ഇതിപ്പോൾ ഇവരെ മാതൃകാപരമായിട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ ഒരു വലിയൊരു ചന്തയുണ്ട്. ചന്തയിൽ ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. വിദ്യാർത്ഥികളുണ്ട്, ഒരുപാട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഇവിടെ വഴിയോര കച്ചവടക്കാർ നടത്തുന്നു. അപ്പോൾ ഇത്രയും ജനങ്ങൾ പോകുന്ന ഇത്രയും തിരക്കേറിയ സ്ഥലത്ത് തന്നെ ഇത്രയും വലിയൊരു മാലിന്യം പ്ലാന്റ് സ്വകാര്യ വ്യക്തിക്ക് സ്ഥാപിച്ചു കൊടുത്തേക്കുകയാണ്. ഇതിനെതിരെ നടപടിക്രമങ്ങളൊന്നുമില്ല. ഇവിടെ മറ്റ് പഞ്ചായത്തുകളിലെയും പ്രദേശങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കാൻ നഗരസഭ അനുവാദം നൽകുകയാണ്, മൗനാനുവാദം നൽകുകയാണ്. അപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ ഈ 4.5 വർഷമായിട്ട് ഇപ്പോൾ ഈ ഭരണസമിതി ഇറങ്ങിപ്പോവും. ഇവർ എന്ത് സന്ദേശമാണ് ആറ്റിങ്ങലിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ഇവരെ ഒരു ഇലക്റ്റഡ് ജനപ്രതിനിധികളാണ്, ഒരു നാടിനോട് പ്രതിബദ്ധതയുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആരോഗ്യപരമായ ഒരു നാടിനെ സംരക്ഷിക്കേണ്ട അധികാരികൾ, കൗൺസിലർമാർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിനെ വളരെ വലിയ ആഘോഷമായി കൊട്ടിയാഘോഷിച്ചു. ബഡ്ജറ്റ് അത് ചെയ്തു ഇത് ചെയ്തു. ഒരിക്കലും നടക്കാത്ത കുറേ വികസന പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളെ കേൾക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷയങ്ങൾ പോലും ആരോഗ്യ വിഭാഗം നഗരസഭ ചെയർപേഴ്സൺ എന്ന നിലയിൽ ശ്രീമതി കുമാരിക്ക് പ്രതികരിക്കാൻ കഴിവില്ലെങ്കിൽ പോലും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഇവിടെ വന്ന് ഹോട്ടലുകൾ റെയ്ഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. അപ്പോൾ സാധാരണക്കാർക്കൊരു നിയമം, ഇവിടുത്തെ മുതലാളികൾക്കും നിയമം. നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ഈ ഓട്ടയ്ക്കകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള എന്തെല്ലാം മാലിന്യങ്ങളുണ്ടോ, എന്താ പറയുക, വീട്ടിൽ ഉപയോഗിക്കുന്ന കക്കൂസ് വേസ്റ്റ് മാലിന്യം പോലും ഇതിനകത്തുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ CCTV ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് നഗരസഭയുടെ. തീർച്ചയായും തന്നെ അത് ഏറ്റവും വലിയൊരു പ്രകസനമാണ്. ഇത്രയും CCTV നിർമ്മിച്ചിട്ട് പോലും അതൊന്ന് പരിശോധിച്ച് ഇത്രയും മാലിന്യമിട്ട ഒരാളെങ്കിലും നഗരസഭ പിടിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇതുവരെ തയ്യാറായിട്ടുമില്ല. അങ്ങനെ പിടിച്ച ഒരു വാർത്തയും നമ്മൾ കണ്ടിട്ടുമില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നഗരസഭ 1-ാം സ്ഥാനത്താണെന്ന് പറയുന്ന ആറ്റിങ്ങൽ നഗരസഭയിലെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഇവിടുത്തെ ഭരണകൂടവും ശ്രദ്ധിക്കേണ്ടത്, ഇത് നൂറുകണക്കിന് ഒരു ജീവനായാലും വിലയുണ്ട്. നൂറുകണക്കിന് കുരുന്നു മക്കൾ നടന്നു പോകുന്ന വഴിയാണ്. ബാഗും തൂക്കി രാവിലത്തെ ഭക്ഷണം കൊണ്ടുപോകുന്നത് നമ്മളെ പിന്നിലേക്ക് ഇരിക്കുന്ന കച്ചവടക്കാർ, അവരിൽ നിന്നും അമ്മമാർ, സഹോദരിമാരെല്ലാം ദിവസം കുക്ക് ചെയ്യുന്ന ആഹാര പദാർത്ഥങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. ഈ മാലിന്യം നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ മാലിന്യം കുമിഞ്ഞു കൂടി കിടക്കുന്ന ഈ കോമ്പൗണ്ടിൻ്റെ മുന്നിലിരുന്നാണ് കച്ചവടം നടത്തുന്നത്. അപ്പോൾ എത്ര സുരക്ഷയാണ്? കോവിഡ് എന്ന മഹാമാരി വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആരോഗ്യസ്ഥിതി വളരെ വീക്കാണ്. വാക്സിൻ എടുത്തതിന് ശേഷം പല ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് ആറ്റിങ്ങൽ നഗരസഭയിൽ നിന്ന് ഇറങ്ങി നടന്നാൽ എത്താവുന്ന ദൂരത്തിലുള്ള ഈ ഒരു സ്ഥലത്ത് ഇത്രയും വലിയൊരു അനാസ്ഥ നടന്നിട്ട്, ഇത് അനാസ്ഥ തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ ലക്ഷങ്ങളുടെ കൈമടക്ക് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്ഥലം, ഇത്രയും വലിയ, അല്ലെങ്കിൽ ഇത് വൃത്തിയാക്കിയെടുത്താൽ ഏതെങ്കിലും കച്ചവടക്കാർക്ക് ഉപയോഗിച്ചുകൂടെ? ആറ്റിങ്ങൽ നഗരസഭ ഇതിന് ലീസിന് കൊടുക്കാമല്ലോ. ഈ സ്വകാര്യ വ്യക്തി ആർക്കെങ്കിലും അറിയുമോ? ഈ വസ്തു ആരുടെയാണെന്ന് അറിയുമോ? ഇപ്പോൾ നഗരസഭയുടെ പുതിയ പ്രഖ്യാപനങ്ങളുണ്ട്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന അവരെ കണ്ടാൽ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതുവഴി ഫോട്ടോ അയച്ചു കൊടുത്താൽ തക്കതായ ശിക്ഷാ നടപടികളെടുക്കും. ഇത്രയും വർഷം, 4.5 വർഷമാണ്, 1-2 ദിവസമല്ല, നിരവധി പരാതികൾ ഇതിനെതിരെ കൊടുത്തിട്ടുണ്ട്. നിരവധി സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സമരവും പരാതികളും ഒരു പേപ്പർ കടലാസിൻ്റെ പോലും, മുട്ടായി പൊതിയുന്ന കടലാസിൻ്റെ വില പോലും നൽകാതെയാണ് ഇവിടുത്തെ ഭരണകൂടം നീങ്ങുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് സീറോ വേസ്റ്റ് പദ്ധതിയായി ആറ്റിങ്ങൽ നഗരസഭ പ്രഖ്യാപിക്കാൻ പോകുന്നത്? അതാണ് ഞങ്ങളുടെ സംശയം.
ആറ്റിങ്ങലിലെ ഈ പ്രദേശത്തുള്ള പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇന്ന് ഒരു സുപ്രധാന ദിനമാണ് നഗരസഭയ്ക്ക്. നഗരസഭ ഇന്ന് സീറോ വേസ്റ്റ് നഗരസഭയായി പ്രഖ്യാപിക്കുകയാണ്. പ്രഖ്യാപനം നടക്കട്ടെ. അതിനുശേഷമെങ്കിലും ഈ ഒരു പ്രദേശത്തിനെ കൂടി മാലിന്യമുക്തമാക്കാനുള്ള നടപടികൾ നഗരസഭ ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ നഗരസഭാ ഭരണാധികാരികൾ ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ചോദിക്കാൻ പൂർത്തിയാക്കുന്നു. നമസ്കാരം.